ഞങ്ങളുടെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം തിയറി ക്ലാസ് എല്ലാം കൊടുക്കും. പിന്നെ അതിന് വണ്ടി പതുക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കും ക്ലൈൻറ്റ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാനായിട്ട് പോകണം. ഇനി ഡ്രൈവിംഗ് ക്ലാസ് കൊടുത്തതിന് ശേഷം, തിയറി ക്ലാസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കൊരു വാഹനം പഞ്ചറായാൽ ആരെയും ആശ്രയമില്ലാതെ നമുക്ക് ആ വീല് സ്റ്റെപ്പിന് മാറണം, അല്ലെങ്കിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പൊന്നും അടുത്തില്ല, നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റണം. ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഞങ്ങളുടെ ക്ലയൻറ്റിന് ഇന്ന് മുതലുള്ള സർവീസിൽ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ആ വണ്ടി പഞ്ചറായിരുന്നു. അപ്പോൾ ആ ക്ലയൻറ്റിനോട് പറഞ്ഞ് ഞങ്ങൾ പഞ്ചറാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കണമെന്ന്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അങ്ങനെയാണ് ഇവരെല്ലാം ചിന്താഗതി. വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് വീല് മാറ്റേണ്ടി വരുമെന്ന്. ഇനി ഒരു കാരണവശാലും അതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല. ഞങ്ങൾ ഇനി സർവീസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെല്ലാം വണ്ടിയുടെ വീല് ചേഞ്ച് ചെയ്തിടുന്ന ഒരു എക്സ്പീരിയൻസും കൂടെ അവർക്ക് കൊടുത്തിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ കൊടുക്കാനുള്ള കാരണം എല്ലാവരും വിചാരം പെട്രോൾ ഒഴിക്കുക, വണ്ടി ഓടിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമുള്ളായിരുന്നു. വീല് പഞ്ചറായ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് ചേഞ്ച് ചെയ്യുക. അങ്ങനെയല്ല, നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ സ്റ്റെപ്പിനിയുണ്ട്. ആ സ്റ്റെപ്പിനി എടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ പഞ്ചറായ വീൽ ഒട്ടിക്കുക. അതിനുശേഷം അവിടുന്ന് തന്നെ അവർ ചേഞ്ച് ചെയ്തിട്ട് തരും. ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഇന്ന് മുതൽ ഞങ്ങളുടെ ക്ലയൻറ്റിന് കൊടുക്കും, ഉറപ്പാണ്. കാരണം എന്താ പറയുക, വഴിയിൽ ഇനി പഞ്ചറായി കിടന്ന ഒരാളുടെ ആശ്രയമില്ലാതെ വീല് മാറ്റാൻ പറ്റണം.